ചെറിയൊരു ആണി കയറിക്കുന്നുണ്ടോ? ഞങ്ങൾ കമ്പനി കൂടി കയറി വരുന്ന സ്ഥലം കൂടെ കേട്ടോ വാഗമൺ. ടൈസ് വളവോ അല്ലെങ്കിൽ ചുമ്മന മൂലം എന്ന് പറഞ്ഞ സ്ഥലം. എന്നും പറഞ്ഞത് വാഗമണിയിൽ നിന്ന് വരുന്ന ഒരുപാട് പേര്. അതിനിടയിലേക്കാണ് നമ്മൾ നമ്മുടെ ചർച്ചനെ കൊണ്ട് വന്നത്. നല്ല കുളിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഞങ്ങൾ ഉപ്പുതറ വരെയും പോവാം. അപ്പോൾ പോണ വഴിക്ക് പണ്ട് നമ്മൾ പോയതുപോലെ തന്നെ എവിടെയെങ്കിലും ഇപ്പോൾ ഓഫ് റോഡ് ഉണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് തപ്പി നോക്കാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ അവിടെ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോണതാണ് ഞാൻ ഈ അതിനിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് തപ്പി പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ തപ്പി ചമ്മി തിരിച്ചു വരുമോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും വേണ്ടില്ല, പോയി നോക്കാമെന്ന് ഓർത്തു. ഇന്ന് ഒരു ഞായറാഴ്ച കിട്ടിയതാണ്. പിന്നെ ഇന്നൊന്നും മഴയൊക്കെ ഒന്ന് മാറി നിൽപ്പുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ ക്ലൈമറ്റ് വന്നത്. നല്ല മഴയാണ്. ഇന്നിപ്പം മഴയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ധൈര്യമായിട്ട് ഇറങ്ങി പോകാൻ സേഫാണ് എന്ന് തോന്നി കേട്ടോ. അതല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് പോയി കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫവേണയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. അതുപോലെ മലയുടെ മേളിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടൊക്കെ വല്ല മലവെള്ളപ്പാച്ചിൽ വരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടുപോയി കഴിഞ്ഞാൽ അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഡ്രൈവൊന്നും അങ്ങനെ പോകാത്തത് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഡ്രൈവ് പോകാറുള്ളൂ. അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ കേട്ടോ. അതല്ലാണ്ട് ചെന്ന് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയും കണ്ട് പോകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല, നല്ല ക്ലൈമറ്റാണ്, നല്ല കാലാവസ്ഥയാണ്. നമ്മളപ്പോൾ അങ്ങനെ പോവാട്ടോ. പോണ വഴിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണുന്നതൊക്കെ കാണിച്ചു തരാം. എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നായാലും നൈസായിട്ട് നമ്മൾ പോവാട്ടോ. നമ്മളിത് മുട്ട എത്തിയപ്പോഴേക്കും കണ്ട കാഴ്ച കേട്ടോ. വണ്ടികളിലെല്ലാം വെള്ളം കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായില്ല. വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവണോണ്ടൊരു മുൻകരുതലാണോ എന്നറിയത്തില്ല. അത് അവിടെ 2 വണ്ടിയിലും കൂടെ പോകണ്ടോ. ചെറുത് പോണത് ആ ചെറിയ ഏസിന്റെ അകത്ത്, ഇനി വലിയതുള്ളത് വലിയ 2 ടിപ്പറുകളിലാട്ടോ പോണത്. അത്യാവശ്യം നല്ല 2 വലിയ ബോട്ടുകളാട്ടോ, വള്ളങ്ങളാട്ടോ കൊണ്ടുപോകണേ. ഇത് അത്രയും വലുതല്ല, പക്ഷെ ആ ഫ്രണ്ടിലെ വണ്ടിയിൽ പോകുന്ന ഇതിനേക്കാളും വലുപ്പമുണ്ട് കേട്ടോ. പുറകിലേക്ക് ഒത്തിരി നീണ്ടു നിൽപ്പുണ്ട് കണ്ടോ. ആ വണ്ടീനേക്കാളും നീളമുള്ള സൈസ് ബോട്ടാട്ടോ. എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയത്തില്ല. എന്തായാലും 3 പേര് നിരന്നിരുന്നു തന്നെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഏതെങ്കിലും ജലാശയത്തിൽ കൊണ്ടുപോയിട്ട് മീൻ പിടിക്കാനാണോ എന്ന് നമുക്കറിയത്തില്ലല്ലോ. പിന്നെ മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സേഫ് ആണോ എന്നും അറിയത്തില്ല. എന്തായാലും അറിയാൻ പാടില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കൊണ്ട് നവനോ വലുതാ നോക്കി കൊള്ളാം. പ്രതീക്ഷയെക്കാളും വലുതാട്ടോ. മൂലമറ്റാൻ സൈഡിലേക്ക് ഫുള്ള് വെയിലാട്ടോ. മേളിലേക്ക് കയറും തോറും ക്ലൈമറ്റ് മാറി വരുന്നുണ്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വെയിലും നല്ല ഒരു കാലാവസ്ഥ. മേളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഫുള്ള് കോട ഇറങ്ങും കേട്ടോ. അടിപൊളി. എന്തായാലും വാഗമൺ പോകുമ്പോഴത്തേന് എന്തായാലും മഞ്ഞും ഒക്കെ ഉള്ളത് ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. പിന്നെ അതുകൂടാണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ ചെറിയൊരു പ്രശ്നം കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ആണി, ചെറിയൊരു ആണി കയറിക്കുന്നുണ്ടോ? അതിനെ ശല്യം ചെയ്യാണ്ട് നമ്മളിരിക്കുന്നു. അതുകൊണ്ട് അത് അവിടെ തന്നെ ഇരുന്നോളും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ആണോ കോട കയറാൻ നോക്കി. നല്ല രസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് പേരൊക്കെ വാഗമൺ പഠിക്കുന്നുണ്ട്. നല്ല മഴയുള്ളപ്പം ഇവിടുന്ന് വെള്ളം ഒഴുകണതാണ് നല്ല രസം കേട്ടോ. ഈ പറയുന്നത് കയറി വരുമ്പം തന്നെ ഫുള്ള് കോട കേട്ടോ കൺമുന്നിൽ കാണാനുള്ളത്. ഫുള്ള് കോട കയറിയേക്കോട്ടെ, ഒരു രക്ഷയില്ല. എനിക്ക് എന്നാന്നറിയാൻ പാടില്ല, ഈ മഞ്ഞും ആ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. മനസ്സിനൊരു പ്രത്യേക കുളിർമ കേട്ടോ. നോക്ക്, കാണാൻ പറ്റുന്ന എനിക്കറിയാൻ പാടില്ല. നമ്മൾ കോടയിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഈ കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും നമ്മൾ ആ മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കയറാൻ പോകുന്നത്. സമയം അതിനൊന്നും ആയിട്ടുമില്ല. അതുകൂടെ
9:28, 9:30 ആയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഫുള്ള് കോടയുടെ സെറ്റപ്പായി. അടിപൊളി കണ്ട. ചുമ്മാ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണ കാണാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഭയങ്കര സുഖമാട്ടോ. പക്ഷേ ചൂടാണെങ്കിൽ നമ്മൾ മടുത്തു പോകും. പക്ഷേ ഇത് കൂടി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും പോകുമ്പോഴത്തേനും അതൊരു ഭംഗിയാട്ടോ, നല്ല രസമാണ് അത്. ഞങ്ങൾക്ക് മേളാട്ടോ. ഇവിടെ കോടയില്ല കേട്ടോ, ഒരു സൈഡിലേക്കാ കോടയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കണ്ട കോടയൊക്കെ എവിടെ പോയി? നമ്മൾ സന്തോഷിച്ച് തുള്ളിച്ചാടി വന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് പോകുന്നുള്ളത്. ഒന്നിനെ പറ്റി നമ്മൾ ഒത്തിരി പറയാൻ പാടില്ല കേട്ടോ. ചേടാ ഇത്ര നേരം കണ്ടിരുന്ന കോട എന്നെ കാണാനാണ്ടായി പോയത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് പോകാൻ പറ്റിയ സ്ഥലം വാഗമണൊക്കെ തന്നെയാട്ടോ. നമ്മൾ തൊടുപുഴയാണ്. നമുക്ക് അവിടെ നിന്ന് ആകെ ഒരു 40 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാഗമൺ എത്തും. വാഗമൺ എത്തണ്ട, അതിനു മുമ്പാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് എത്തുന്നത്. കാഞ്ഞാറിൽ നിന്ന് റൈറ്റ് കയറി പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഇത്രയും മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലം വേറെ നമുക്ക് പറയാനില്ല. പിന്നെ ഇലവീഴ പൂഞ്ചിറയ്ക്ക് പോവാം. ഇലവീഴ പൂഞ്ചിറ പോയി കഴിഞ്ഞാൽ ഇലവീഴ പൂഞ്ചിറ പോവുക തിരിച്ചു വരിക എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറം ഒന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല കേട്ടോ. വാഗമൺ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എങ്ങോട്ട് വേണമെങ്കിലും പോയി ഇടുക്കിക്ക് പോവാം, ഉപ്പുതറ പോവാം, ഇത് വഴിക്ക് വേണമെങ്കിലും പോയിരാറ്റുവേട്ട പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഗമൺ നമുക്ക് പോകാൻ അടുത്തുള്ള സ്ഥലവും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലവും കൂടെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇരുന്ന് മടുത്ത് കഴിയുമ്പം ഞങ്ങൾ കമ്പനി കൂടി കയറി വരുന്ന സ്ഥലം കൂടെ കേട്ടോ വാഗമൺ. ഞായറാഴ്ച ആയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉള്ള മലയുടെ മേളിൽ കൂടെ ഒക്കെ ഓരോരോ ആൾക്കാരെ കാണാം കേട്ടോ. കണ്ടോ, താറങ്ങോട്ടൊരു ടീം. പിന്നെ ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഇത് മൊത്തം തകർന്നു പോയാലും ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വണ്ടികളൊന്നും കയറി പോകാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ വഴിക്കും കയറിപ്പോയാലും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതിൻ്റെ മേളിലും കുറേ പേരെ കണ്ടു. എല്ലാ മലയുടെ മേളിൽ കൂടെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ആൾക്കാരുണ്ട്. പിന്നെ എസ് വളവ് ചുമരമുനം അതിൻ്റെ മേളിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്തായാലും അതിൻ്റെ മേളിലും ഉണ്ട്. ഇതേ വണ്ടി കിടക്കുന്നു. ഇതാട്ടോ എസ് വളവ് അല്ലെങ്കിൽ ചുംബനമുനമ്പ് എന്ന് പറഞ്ഞ സ്ഥലം. മഞ്ഞ് വന്ന് മൂടി അതിൻ്റെ മേളിലും ഉണ്ട് വണ്ടി. ഒരെണ്ണം ജീപ്പാട്ടോ. എല്ലാ മലയുടെ മേളിലും എന്നായാലും മഹീന്ദ്രയുടെ വണ്ടികളാണ് കൂടുതലും കിടക്കുന്നത് കാണുന്നത്. പിന്നെ പജേറോയും അങ്ങനെയുള്ള വണ്ടികളൊക്കെ പിന്നെയും വരും കേട്ടോ. കൂടുതലും മിക്കപ്പോഴും തന്നെ സർവ്വസാധാരണമായിട്ട് കാണാൻ പറ്റുന്ന വണ്ടികളാണ് ഈ ജീപ്പ്, താറ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കേട്ടോ. ഇപ്പം കണ്ട 2 വണ്ടികളും അത് തന്നെയാണ് കേട്ടോ. ഇത് അതിൻ്റെ മേളിൽ കിടപ്പുണ്ട്. എന്തായാലും വാഗമൺ നല്ല അടിപൊളി ആംബിയൻസിൽ പൊളിച്ച് നിൽക്കുവാണ്. ഒരു രക്ഷയില്ല. കിടിലൻ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വെയിലില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥ കേട്ടോ. മഴ പെയ്യാൻ വേണ്ടി മൂടി നിൽക്കുവാണ്. മഴ പെയ്യും എന്ന് എന്നായാലും ഉറപ്പാണ്. പക്ഷേ ഇപ്പം മഴ പെയ്യണതിന് മുമ്പ് ആ മൂടലോട് കൂടിയുള്ള ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് ചുമ്മാ ഇറങ്ങി നിൽക്കാനും നല്ല തണുത്ത കാറ്റും ഒക്കെ വീശുന്ന ഒരു ക്ലൈമറ്റ്. അത് അടിപൊളിയാട്ടോ. ഏതോ ഓട്ടോ സ്റ്റാൻഡ് ഇപ്പൊ ആൽവിൻ എന്നാന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും. അവിടെ നിന്ന് വരുമ്പോഴായിരിക്കും ലെഫ്റ്റിലോട്ട്.
എങ്ങോട്ടാ തിരിഞ്ഞാലും ഞങ്ങൾ വന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാട്ടോ. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ യാസിൻ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ, ഞാനെന്നാ കടന്നു പോവാ. വീഡിയോ എടുക്കേണ്ട കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ കാട്ടിക്കൂടെയൊക്കെ വണ്ടി കയറാൻ പറ്റുമോന്ന് അറിയത്തില്ല കേട്ടോ. ഇഷ്ടംപോലെ ട്രിപ്പ് ജീപ്പരും എന്നെ വഴിയാട്ടോ ഇത്. കാരണം ഞാൻ പറഞ്ഞില്ല, താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ വരുന്നത്. ഇവിടെ കാട്ടിക്കൂടെയൊക്കെ ഇഷ്ടംപോലെ വഴികൾ മേളിലേക്ക് കയറുന്നുണ്ടോ. അത് എങ്ങോട്ട് കയറണമെന്നൊരു പിടിയില്ല. യാസിനിപ്പ കേട്ടോ സ്റ്റിയറിങ്ങിലേക്ക് കയറിയേക്കോട്ടോ. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയെന്ന് യാസിനിപ്പ ഡ്രൈവിംഗ് ആട്ടോ. ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയായിരുന്നു. അപ്പോൾ യാസിനിപ്പ വന്ന് വണ്ടി എടുത്തു കേട്ടോ. വെള്ളം കിടന്ന സ്ഥലം കേട്ടോ. കണ്ടോ ഡാമിൽ വെള്ളം കിടക്കാൻ കൊടുത്തൊരു സ്ഥലം തോന്നി കേട്ടോ. എന്തായാലും നല്ലൊരു ആംബിയൻസ് ഉള്ള വഴിയല്ലേ. ഒരു ഫോറസ്റ്റിൻ്റെ വൈബ് ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. കേരള വഴിക്കൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കേട്ടോ സ്ഥലം. അവിടെ എല്ലാവരും കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഗൈസ് ചെളിക്കുഴി കേട്ടോ. ഈ ചെളിയിൽ കൂടെ ഇറക്കിക്കൊണ്ട് പോകുന്ന ഒരു വീഡിയോ എടുക്കണം, ഒരു സിനിമാറ്റിക് ആണോ? ചെളിയിൽ കൂടെ ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിടത്തേക്ക് ഇറങ്ങാൻ പോവാട്ടോ. ഒരുപാട് വണ്ടികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി ഈ ജീപ്പേഴ്സ്, അതായത് നമ്മുടെ ഓഫ് റോഡ് എന്നും പറഞ്ഞുകൊണ്ട് വാഗമണിയിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതിനിടയിലേക്കാണ് നമ്മൾ നമ്മുടെ ചെറുക്കനെ കൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും അവർക്കാർക്ക് ശല്യമാവാത്ത രീതിയിൽ നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് പോകുന്നു കേട്ടോ. കാരണം അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴുകുവാണ്. ആ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് അതിന് വേണ്ടിയുള്ള സൗകര്യം നമുക്കപ്പോൾ അവിടെ കിട്ടത്തില്ല കേട്ടോ. ഈ പാറയക്കൂടെയൊക്കെ വണ്ടി കയറുന്ന വഴിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാമായിരുന്നു കേട്ടോ. യാസിനിപ്പ് രണ്ടും കൽപ്പിച്ച് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല കുത്തൊഴുക്ക് പോലെ ഉണ്ട്. പക്ഷേ വണ്ടി ഇറക്കണേനോ കയറണേനോ വലിയ തടസ്സമൊന്നുള്ള ഏരിയ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വാഗമണിയിൽ നിന്ന് ഒരുപാട് സഫാരി ജീപ്പുകാർ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്ന സ്ഥലം കേട്ടോ. നല്ല വെള്ളമുണ്ട്, സേഫാണ്. കാരണം വലിയ അധികം താഴ്ചയൊന്നുമില്ല. പാറപ്പുറത്തോടെ ഒഴുകി പോകുന്നു, ജീപ്പുകാരൊക്കെ വണ്ടി കഴുകുന്നു. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. മഴയായതുകൊണ്ട് ഞങ്ങൾ അകത്ത് കയറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന കമാൻഡറുകാരെ ആളുകളെയും കൊണ്ടൊക്കെ പോകുന്നു. കമ്പനി ടൈപ്പ് വീലർക്ക് വീല് കൂട്ടി പണിതാ നോക്കി. മെറ്റൽ ടൈപ്പ് നെറ്റിലടിക്കും അത് മിക്കവാറും. എൻ്റെ വണ്ടിക്കൊക്കെ ടയറിട്ട ആ സൈസ് സാധനമൊക്കെ ചോദിച്ചാലും. നല്ല കുളിക്കാനൊക്കെ പറ്റിയാൽ അടിപൊളി സ്ഥലമാട്ടോ. അധികം ഡേഞ്ചറല്ല, കുളിക്കാൻ സൗകര്യം. പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകാരുണ്ട് കേട്ടോ. എല്ലാം ട്രിപ്പിൽ വന്നതാട്ടോ. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ട്രിപ്പുകാർക്ക് ശല്യം ആവരുതല്ലോ. ഇവരുടെയൊക്കെ ഒരു കുത്തിമുറയിൽ കഴിഞ്ഞിട്ട് വേണം പതുക്കുന്ന വണ്ടി കയറ്റാമെന്ന് ഓർത്തു. ചുമ്മാ വേറെ ഒന്നുമില്ല, ചുമ്മാ ഇത്രേ ഉള്ളൂ. ഈ സംഭവത്തിൽ കൂടെ ചുമ്മാ വണ്ടി അങ്ങോട്ട് കയറ്റുക, അവിടെ കൊണ്ട് നിർത്തുക, തിരിച്ചു വരിക. വേറെ കൂടുതലൊന്നുമില്ല. അത് വേണോ തിരിച്ചു പോകണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. സംഭവം എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. നല്ല കുത്തൊഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. കാണുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല ഒഴുക്കും ഒക്കെ ഉള്ള വെള്ളം കേട്ടോ. നടക്കുമ്പോഴത്തേനും കാല് തെന്നി പോയിരുന്നു കേട്ടോ.
നല്ല മഴയാട്ടോ ഇവിടെ. എന്നെ ഇവിടെ വീട്ടിൽ ഇറക്കി വരണം കേട്ടോ. ഇങ്ങോട്ട് വിട്ടിട്ടോ. ആ എനിക്കറിയാൻ പാടില്ല, നീയല്ല ഭയങ്കര ഈസി ആയിട്ട് വഴിയൊക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ. നമ്മളിവിടെ പോയപ്പോൾ ചെറിയൊരു അനുഭവം ഉണ്ടായിട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇത് കൂട്ട് നല്ല ആംബിയൻസ് ആണ്, തണുപ്പാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേനും ഇവിടെ വരുന്ന ആളുകളിൽ ഇപ്പം അവിടെ തന്നെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളുണ്ട്. തമിഴായിരുന്നു സംസാരിച്ചിരുന്നത്. അവരവിടെ വന്ന് ഭയങ്കര വെള്ളോടിയൊക്കെയായിരുന്നു കേട്ടോ. നമ്മൾ ജീപ്പ് കൊണ്ടിട്ടപ്പോൾ ജീപ്പിൻ്റെ അകത്ത് കയറുന്ന കുറേ ഫോട്ടോ എടുത്തു. നമ്മളൊരു വീഡിയോ എടുക്കാൻ പോയിട്ട് നമ്മളെ സമ്മതിച്ചില്ല. ഫുള്ള് അവർ നിന്ന് എല്ലാവരും നിരന്ന് വീഡിയോ എടുക്കണു, ഫോണറ്റ് കയറിയിരിക്കണു. നമ്മൾ കുഴപ്പമില്ല, ചെയ്തോട്ടെ എടുത്തോട്ടെ എന്ന് ഓർത്തു. ഇതെല്ലാം ആയിട്ട് ഒന്ന് മാറിയിരിക്കും, ഞങ്ങളൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവന്മാരെ തുണി നോക്കി കാണിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര മോശം അനുഭവമായിട്ട് ഉണ്ടായത്. കാരണം നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു കാര്യത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ മെക്കിട്ട് കയറിനെ കൂട്ടൊരു അവസ്ഥയായി പോയിട്ടോ. ഇവര് സോമനസോടെ ചെയ്യണയായിരിക്കില്ല, വെള്ളം അടിച്ചിട്ട് ഉള്ളിൽ കിടക്കുന്ന സാധനത്തിന്റെ പവർ കൊണ്ട് ചെയ്യണയായിരിക്കും. പവർ ഏഷായിട്ട് നിൽക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരാണ് രാജാവ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. എന്തായാലും തമിഴായിരുന്നു അവരൊക്കെ സംസാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇതുപോലെ വെള്ളമൊക്കെ അടിച്ചിട്ട് ലെക്ക് കെട്ടി നിൽക്കുന്ന സമയത്തൊക്കെ ഒന്ന് കാല് വഴുതിയാൽ മതി, തീരാവുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. അത് നമുക്ക് ഇവിടെ നിന്നപ്പോഴല്ല, എവിടെ ചെന്നാലും നമ്മളത് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അവരായി അവരുടെ പാടായി, നമുക്ക് കിട്ടാണ്ട് നമുക്കും കിട്ടി, നമ്മൾ തിരിച്ചു പോകട്ടോ. നമ്മളങ്ങനെ അവിടുത്തെ വെള്ളച്ചാട്ടവും കഴിഞ്ഞ് അവിടെ പയ്യെ ഇറക്കി ഓടിച്ച് കഴിഞ്ഞ് തിരിച്ച് കയറി ഞാൻ അടുത്തടുത്തേക്ക് പോകാം. ഈ പോണ വഴിക്ക് ഒരു അടിപൊളി ഒരു ഓഫ് റോഡ് ഉണ്ട് എന്നൊരു തോന്നിയൊരു വഴിയുണ്ട്. ഞങ്ങൾ വന്ന വഴിക്ക് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ യാസിനെ ഇവിടെ പറയുകയും ചെയ്തടാ, യാസിനെ തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറാട്ടോ എന്ന്. ആ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയത്തില്ല. ഓഫ് റോഡ് ഉണ്ടോ എന്നും അറിയാൻ പാടില്ല. എന്തായാലും വേണ്ട, ചെന്ന് കയറാൻ തന്നെ ഓർത്തു. നമുക്കാരും വിളിച്ചിട്ടൊന്നും വഴിയൊന്നും പുതിയതായിട്ടൊന്നും പറഞ്ഞു തരൂലെന്നേ. അതുകൊണ്ട് നമ്മൾ തന്നെ പണ്ടൊക്കെ ഇറങ്ങി കണ്ടുപിടിക്കാൻ നടന്നതുപോലെ തന്നെ ഇപ്പം തപ്പി നടക്കോട്ടോ. അപ്പോൾ എന്നായാലും ഇന്നത്തെ ഇവിടുത്തെ ഈ ഒരു വെള്ളച്ചാട്ടം വരെ വന്നതിന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അതപ്പം എന്തായാലും ഇവിടെ തീർത്തുവാണ്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.